അസ്സലാമു അലൈക്കും. ഈ ഒരു വീഡിയോ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്യുക. കാരണം ഇത് എല്ലാവരും എല്ലാ വീട്ടുകളിലും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്, എല്ലാ വീടുകളിലും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഈ ഒരു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിങ്ങൾ ഈ ബോർഡ് നിങ്ങളെ വീട്ടിൻ്റെ ഡോർ ഉണ്ടല്ലോ, ഫ്രണ്ട് നിങ്ങൾ ഇറങ്ങുന്ന ഡോറ്, ഫ്രണ്ടിൻ്റെ ഡോറിൽ ഒട്ടിച്ചു വെക്കുക. കാരണം നിങ്ങൾ മറന്നു പോകും. ഇത് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അപ്പോൾ നമ്മൾ അധിക പേരും ഇത് മറന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിക്ർ നിങ്ങളെ കുട്ടികളെ, നല്ല മദ്രസയിൽ പോകുന്ന കുട്ടികളെ പേന കൊണ്ട് എഴുതിക്കുക. അവർ നല്ല അൽഹംദുലില്ലാ നിങ്ങളെ കുട്ടികളൊക്കെ അറബിയിൽ നല്ല ഹാൻഡ് റൈറ്റ് ഉണ്ടെങ്കിൽ ഇത് എഴുതിക്കുക അവരെ കൊണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ എന്ന് എഴുതിയിട്ട് നിങ്ങളെ ഡോറിലൊട്ടിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ മേടിക്കാൻ കിട്ടും, ഏതെങ്കിലും കടയിലും മേടിക്കാൻ കിട്ടും, നല്ല ഈ ഇൽമിൻ്റെ മുസാഫൊക്കെ വിൽക്കുന്നതിൽ. അല്ലെങ്കിൽ ഇതന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തോ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. എന്നിരുന്നാലും ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് മറന്നു പോകും. അത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലി ആവണം ഇറങ്ങേണ്ടത് ഓരോ മുസ്ലിമും. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് എപ്പോൾ ഏത് സമയത്ത് ഇറങ്ങുമ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലി ഇറങ്ങും. കാരണം ഇതിൻ്റെ അർത്ഥം, നിങ്ങൾ ബിസ്മില്ല ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ മലക്ക് പറയും, നീ ഹിദായത്തിലായിരിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് ആശംസ നേരും, നീ സന്മാർഗത്തിലായിരിക്കുന്നു. തവക്കൽതു അലല്ലാഹ്, ഞാൻ എൻ്റെ എല്ലാ കാര്യവും റബ്ബിനെ ഏൽപ്പിക്കുന്നു, എൻ്റെ എല്ലാ കാര്യം ഞാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹ് പറയും, മലക്കുകൾ വിളിച്ചു പറയും, നിന്നെ അള്ളാഹു സംരക്ഷിച്ചു കഴിഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവാണ് എല്ലാം കഴിവുള്ളവൻ, എല്ലാം അറിയുന്നവനും റബ്ബാണ് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കാര്യം ഞാൻ ഏറ്റെടുത്തു, നീ പോയിക്കോളൂ എന്ന് മലക്കുകൾ പറയും. അപ്പോൾ ഇബ്ലീസ്, ശൈത്താൻ പറയും അത്ര, ഇബ്ലീസ് നിരാശയോടെ പോകും. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ പബ്ബിലേക്കോ കള്ളിലേക്കോ പെണ്ണിലേക്കോ പോകുന്ന എല്ലാത്തിൽ നിന്നും ഇബ്ലീസ് അവനെ ഉപദ്രവിക്കില്ല. അള്ളാഹുവിന് സംരക്ഷണം ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇബ്ലീസ് നിരാശയോടെ മടങ്ങും. അപ്പോൾ വേറെ ഇബ്ലീസ് പറയും, ഇനി നിനക്ക് അവനെ പിഴപ്പിക്കാൻ കഴിയില്ല, അവൻ അള്ളാഹുവിന് സംരക്ഷണം ഏറ്റെടുത്ത് കഴിഞ്ഞു. മാഷാ അള്ളാഹ്. നമ്മൾ എത്ര പേര് ചെല്ലുന്നുണ്ട്, മറന്നു പോവുകയാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഡോറിൽ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, മനപ്പാടമാക്കുക. ഈസി അല്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നിറങ്ങുക. നമുക്ക് എല്ലാ മുസീബത്തും നമ്മൾ വഴി പിഴപ്പിക്കാൻ പോകുന്ന കാരണം എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ഈ ഒരു ദിക്ർ നമുക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമാവും, നല്ലൊരു മനുഷ്യനാവാൻ മാറാൻ. ഇബ്ലീസിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും, കണ്ണീരിൽ നിന്നും, ജിന്നിൽ നിന്നും, എല്ലാത്തിൽ നിന്നും സംരക്ഷണം കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുറത്തു പോയാൽ എത്ര കുട്ടികൾ, നമ്മളെ മക്കളൊക്കെ ചീത്തയാവുന്ന ഒരു സാഹചര്യം. അതെല്ലാം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ മറക്കരുത്, വീട്ടിൻ്റെ ഡോറിൽ ഒട്ടിക്കണം, മനപ്പാടമാക്കണം, സ്റ്റിക്കർ ഒട്ടിക്കുക, കുട്ടികളെ കൊണ്ട് എഴുതിയിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്നും പറയാം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്നും ചേർക്കുക. ഇതായിരിക്കും